ദിലീപേട്ടൻ്റെയും മാസ്മരികമായിട്ടുള്ള പ്രകടനം. അതാണ് തങ്കമണി എന്ന് പറയുന്ന സിനിമ. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക. തിരുവനന്തപുരക്കാരൻ എന്നുള്ള രീതിയിൽ അഭിമാനിക്കാം. കാരണം അസീസ് നെടുമങ്ങാട് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ മാസ്മരികമായിട്ടുള്ള അഭിനയം. 4-5 സീനേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ കീടിലം പെർഫോമൻസ്. സിനിമയെക്കുറിച്ച് വേറൊന്നും പറയുന്നില്ല. ആ പെർഫോമൻസ് കാണാൻ മാത്രം 100 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുക്കും. എങ്ങനെയുണ്ട്? നല്ല പടമായിരുന്നു. എല്ലാ എന്താ പറയാ, നടന്ന സംഭവമല്ലേ, നമ്മളെ കേട്ടിട്ടില്ല, നമ്മൾ ജനിക്കുന്നതിന് മുന്നേ ഉള്ളതല്ലേ. നല്ല പടം. സൂപ്പർ പടം. ദിലീപേട്ടൻ്റെ മാസൊക്കെ ഉണ്ട്. അത്യാവശ്യം ഫൈറ്റ് ഒക്കെ നന്നായിട്ട് തന്നെ ഉണ്ട്. ഇമോഷണലി പാക്ഡ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. അത്യാവശ്യം ലേഡീസൊക്കെ വരെ നല്ല ഇമോഷണലി അവര് ഫീൽ ആവും. അങ്ങനെ ഒരു സൂപ്പർ പടം. റിയൽ ലൈഫിൽ നടന്നൊരു കഥയല്ലേ വന്നിരിക്കുന്നത്? അത് പണ്ടുണ്ടായിരുന്ന പല കാര്യങ്ങളും തന്നെയാണ് ഇപ്പൊ കാണിച്ചേക്കുന്നത് നമുക്ക് തോന്നും. അത് പടം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നല്ല പടമായിരുന്നു. പറയുവാണെങ്കിൽ പ്രണയം, ആക്ഷൻ എല്ലാം കൂടെ ഉള്ള ഒരു നല്ല സൂപ്പർ പടമായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. നല്ല പടമാണ്. നല്ല പടമാണല്ല. ഇത് നമ്മുടെ 1984 ആ കാലഘട്ടത്തിൻ്റെ ഒരു കഥയാണ്. ഒരു ബസ്സുകാരന് ഒരു ഗ്രാമത്തിലെ മൊത്തം പ്രശ്നം പറ്റുന്നതാണ്. അതാണ് മെയിൻ കഥ. ഒറിജിനൽ നടന്നൊരു കഥയല്ലേ? ഒറിജിനൽ നടന്നൊരു കഥയാണ്. എങ്ങനെ ദിലീപേട്ടൻ്റെ പോലീസുകാരെ കൂടെ അധ്യായെന്ന് വെച്ചുള്ള ഇതാണ്. ദിലീപേട്ടൻ അഭിനയം പക്ക അടിപൊളി അഭിനയം. നടന്ന സംഭവമില്ലേ, അപ്പോഴേ അതിൻ്റെതായ രാഷ്ട്രീയവും പോലീസുകാരും അത് കുറച്ച് എടുത്ത് കാണിച്ചിട്ടുണ്ട്. നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ശരിക്കും നന്നായിട്ട് കൊള്ളാം. സങ്കടം വരുന്ന കുറേ ഭാഗങ്ങളുണ്ടായിരുന്നു. കുറച്ച് സെൻറ്റിയായി. കുഴപ്പമില്ല, നല്ല ഫിലിമാണ്. എല്ലാവർക്കും കോമഡിയൊന്നുമില്ല. എല്ലാം നടന്ന ഫിലിമാണ്. കുറച്ച് നല്ല പ്രശ്നമായിട്ട് ഇന്ന് കാണാൻ പറ്റും. ദിലീപേട്ടൻ പൊളിയല്ലേ? നല്ലായിരുന്നു. എന്താണ് ഇഷ്ടപ്പെട്ട? എന്താണ് ഇഷ്ടപ്പെട്ടു? നല്ല സൂപ്പർ സിനിമ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്താണ് സെന്റിമെന്റലാണോ പടം വരുന്നത്? ഒരു റിയൽ ലൈഫ് കഥയല്ലേ? ആണ്. പക്ഷേ കാര്യങ്ങൾ പഴയ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്, പിന്നെ പ്രത്യേകിച്ച് ദിലീപേട്ടന് ഭയങ്കര ഇഷ്ടമാണ്. ദിലീപേട്ടൻ്റെ ഒരു ഫാമിലികളാണ് ഞാനും പോകുന്നത്. കുഴപ്പമില്ല, നല്ല പടം. കുഴപ്പമില്ല, നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ദിലീപ്. ദിലീപ് അടിപൊളിയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷം ദിലീപിന്റെ നല്ലൊരു പടം തന്നെയാണ്. കുടുംബ പ്രേക്ഷകരെ കാണാം. കുഴപ്പമില്ല, നല്ല സിനിമ. ഫസ്റ്റ് ഹാഫ് ലാഗായിരുന്നു. സെക്കൻഡ് ഹാഫ് ആ സംഭവം എടുത്തിരിക്കുന്ന രീതി കൊള്ളാം. നന്നായിരുന്നു സിനിമ. കൊള്ളാം. ഇത് പറയാണ്ട് ഒന്നുമില്ല. ലാഗില്ല വലുതായിട്ട്. അവസാനം ഫൈറ്റ് കൊണ്ട് ഒരുമാതിരി ആക്കി വെച്ചിരിക്കും. കുഴപ്പമില്ല.